ദൈവത്തിന് സ്തോത്രം. 2020 അവസാന പാദത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ പ്രതിസന്ധികളുടെ ഓളങ്ങൾ മുറിച്ചു കിടന്നാണ് നമ്മൾ ഇവിടം വരെയും എത്തിയത്. വാസ്തവത്തിൽ ഈ ചിന്ത നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. മഹാരോഗങ്ങൾ, ധാർമ്മിക വീഴ്ചകൾ, അപകടങ്ങൾ, ശത്രുക്കൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, അങ്ങനെ അനേകം പ്രതിരോധ നിരകൾ ചവിട്ടിക്കിടന്നാണ് ഇന്ന് ഇവിടെ ഈ പുതുവർഷത്തിൻ്റെ പടിവാതിൽക്കൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മൾ സ്വയം നടന്നതല്ല, സർവശക്തൻ കൈപിടിച്ച് ഇവിടം വരെ നടത്തിയതാണ്. നമ്മൾ നിന്നതല്ല, ഉറപ്പുള്ള അടിസ്ഥാന പാറയായ ക്രിസ്തുവിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തിയതാണ്. ദൈവത്തിന് സ്തോത്രം. പല വഴികളും നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞപ്പോൾ പുതിയ സാധ്യതകളുടെ വഴികൾ ദൈവം നമുക്ക് തുറന്നു തന്നു. വാതിലുകൾ നമുക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ മറ്റനേകം വാതിലുകൾ നമുക്ക് തുറന്നു തന്നു. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടർത്തി പരമസിയോൻ്റെ അവകാശത്തിലേക്ക് ക്രിസ്തു നമ്മെ കൈപിടിച്ചു നടത്തി. ഇതൊക്കെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കി നമുക്ക് പറയാൻ കഴിയുന്ന സാക്ഷ്യങ്ങളാണ്, അല്ലേ? പുതുവർഷത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ദുരനുഭവങ്ങളുടെ നടുക്കത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കാൻ യെശയ്യാ പ്രവാചകന്റെ ശബ്ദത്തിൽ ദൈവം നമുക്ക് തരുന്ന സാന്ത്വന ദൂത് നമുക്ക് ശ്രദ്ധിക്കാം. 43 അധ്യായം 18-19 വാക്യങ്ങൾ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനപ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. കഴിഞ്ഞതെല്ലാം മറന്നേക്കൂ എന്നാണ് കർത്താവ് പറയുന്നത്. വിജയത്തിലേക്കും വിസ്മയകരമായ അനുഭവങ്ങളിലേക്കും കരുതുന്ന ദൈവം നമ്മെ കഴിഞ്ഞ കാലങ്ങളിൽ കൈപിടിച്ച് നടത്തിയതുപോലെ തീർച്ചയായും വരുവാനുള്ള വർഷങ്ങളിലും നടത്തും. പ്രതിസന്ധികൾ അന്നും അനവധിയായിരിക്കും. നമ്മുടെ ശത്രുക്കൾ ശക്തരും അസംഖ്യവുമായിരിക്കും. പക്ഷേ നിരാശപ്പെടേണ്ട. ആവശ്യ സമയത്ത് സർവശക്തൻ നീക്കുപോക്കുകൾക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമൊക്കെയായി വഴിയൊരുക്കി വഴി നടത്താൻ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ നനയ്ക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും വളരെ അധികമായ മെച്ചപ്പെട്ട വഴികൾ കനിവുള്ള കർത്താവ്
പുതുവർഷത്തിലേക്ക് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്ന പരിഹാരത്തിനുള്ള എല്ലാ വഴികളും അടഞ്ഞ ജീവിതത്തിലെ ഡെഡ് എൻഡുകൾ നേർവീഥികളാക്കാനും സ്നേഹത്തിൻ്റെ ഉറവ വറ്റിപ്പോയ ദാമ്പത്യ ബന്ധങ്ങളിലും കുടുംബ കൂട്ടായ്മയിലും ദിവ്യസ്നേഹത്തിൻ്റെ പുത്തൻ ഉറവുകളും സൗഹൃദങ്ങളുടെ ചാലുകളും തുറക്കാൻ ദൈവം വിസ്മയ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും. അതുകൊണ്ട് പ്രതികൂലതകളിൽ വിശ്വാസത്തിൽ നിന്ന് ഇടറിപ്പോകരുത്. പ്രത്യാശ ഒരിക്കലും തകർന്നു പോകാൻ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ സമയത്ത്, ദൈവത്തിൻ്റെ സമയത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. അതിനുള്ള ഒരുക്കത്തിലും പ്രാരംഭ ചിന്തകളിലുമൊക്കെയാണ് നമ്മുടെ ദൈവം. ജീവൻ്റെ വഴിയിലേക്കും സ്വച്ഛജല പ്രവാഹങ്ങളിലേക്കും നമ്മളെയും നമ്മുടെ ജീവിത പങ്കാളികളെയും മക്കളെയും സഭയെയുമൊക്കെ ദൈവം കൈപിടിച്ച് നടത്തും. ഭയപ്പെടേണ്ട, ആകാംക്ഷപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. വാർദ്ധക്യത്തിൽ ജനിച്ച കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിൽ പങ്കെടുത്ത സഖരിയ എലിസബത്ത് ദമ്പതികളുടെ വീട്ടുകാരും അയൽക്കാരുമൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചു. ദീർഘകാലത്തെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പുതുവർഷത്തിൽ ദൈവം മറുപടി തരുമ്പോൾ, ശാന്തിയുടെ തീരത്ത് നിങ്ങളെ എത്തിക്കുമ്പോൾ, നിങ്ങളും അയൽക്കാരും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും, സ്തുതിക്കും, സ്തോത്രം ചെയ്യും. അതിന് അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രതിസന്ധികളും നിരാശയും മൂലം തളർന്ന മനസ്സുമായി പുതുവർഷത്തിലേക്ക് നിസ്സഹായരായി നോക്കി നിൽക്കുന്നവർക്ക് നൽകാൻ നമ്മുടെ കർത്താവിന് ഒരു ആശ്വാസവചനമുണ്ട്. ദൈവം അബ്രഹാമിനോട് ചോദിച്ച ചോദ്യമാണ് ഈ വചനം. വ്യക്തിപരമായി എന്നോടും നിങ്ങളോടും ദൈവം പലപ്പോഴും ചോദിച്ചിട്ടുള്ളതും, പ്രത്യേകിച്ച് ഈ പുതുവർഷത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മുഹൂർത്തത്തിൽ ദൈവം ചോദിക്കുന്നതുമാണ് ആ ചോദ്യം. അതെന്താണ്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? കർത്താവിന് കഴിയാത്ത കാര്യങ്ങളുണ്ടോ? കർത്താവിൻ്റെ സ്നേഹപൂർവമായ ചോദ്യം മനസ്സിൽ എഴുതി അടിവരയിട്ട് പുതുവർഷത്തിലേക്ക് നമുക്ക് യാത്ര തുടരാം. കർത്താവിന് കഴിയാത്ത കാര്യങ്ങളുണ്ടോ? ദൈവമേ, കഴിഞ്ഞ വർഷത്തിലും കഴിഞ്ഞകാല ജീവിതത്തിലുമൊക്കെ അവിടുത്തെ അത്ഭുത ശക്തിയാൽ ഞങ്ങൾ അഭിമുഖീകരിച്ചതും
അതിജീവിച്ചതുമായ പ്രതിസന്ധികളെ ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. അശുഭകരമായ വാർത്തകളും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ചെങ്കടലും ഫറവോന്യ സൈന്യങ്ങളും ബാധകളും ഞങ്ങൾക്ക് മുമ്പിലുണ്ട് കർത്താവേ. പക്ഷേ അവിടുത്തെ തിരുവചനത്തിൽ ഞങ്ങൾ മനസ്സുറപ്പിക്കുകയാണ്, ആശ്വസിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. എൻ്റെ കർത്താവിന് കഴിയാത്ത കാര്യങ്ങളുണ്ടോ? ഇല്ല കർത്താവേ, ഒന്നുമില്ല. അവിടുന്ന് എല്ലാത്തിനും മതിയായവനാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. എന്നും എപ്പോഴും ഞങ്ങളോട് കൂടെയുള്ള ഇമ്മാനുവേൽ ദൈവമാണ്. പുതുവർഷത്തിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് കർത്താവേ ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഒന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങളുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എന്നെ കാക്കുവാൻ, കരുതുവാൻ, പരിപാലിക്കുവാൻ അവിടുന്ന് മതിയായവനാണെന്ന് വിശ്വസിച്ചും ഉറച്ചും കൊണ്ട് ഈ പുതുവർഷത്തിലേക്ക് ശുഭപ്രതീക്ഷകളോടെ ചുവടുവയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. വിറ്റ്നസ് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും പുതുവത്സരത്തിൻ്റെ ഊഷ്മള ആശംസകളും നന്മകളും നേരുന്നു. സ്നേഹപൂർവം എ പി ജോർജ് അച്ഛൻ.